ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബാക്ക് ടു സ്കൂളിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ എപ്പിസോഡ് 1 കാണാത്തവർക്കായിട്ട് ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പെൻസിൽ, റബ്ബർ, കട്ടർ ഒന്നും പേനയ്ക്ക് ഇല്ല. നമ്മൾ വാങ്ങാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വാങ്ങിയത് അത്യാവശ്യം കുറച്ചധികം നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അത് യൂസ് ചെയ്ത് തീർക്കാം. അടുത്ത വർഷവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരും. അപ്പോൾ നമുക്ക് അത് രണ്ടും യൂസ് ചെയ്യാമെന്നുള്ള ഓർത്തിട്ടാണ് നമ്മൾ വേറെ പുതിയത് വാങ്ങേണ്ടത്. ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിന് ഞാൻ സോറി പറയുന്നത്. അപ്പം ഞാൻ നല്ലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് പേപ്പർ റോളാണ് 4 2 നോട്ട്ബുക്ക് പൊതിയുന്നതും വലുത് ടെക്സ്റ്റ് ബുക്ക് പൊതിയുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ 95 ആയിരുന്നു നോട്ടിൻ്റെ പ്രൈസ് വരുന്നത്. വലുതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 105 ആയിരുന്നു. ഡോംസിൻ്റെ ജംബോ വാക്സ് ക്രയോൺസ് ആണ് എനിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 59 ആണ് റുപ്പീസ് വരുന്നത്. പിന്നെ ഇത് ഡോംസിന് തന്നെ ചെറുതാണ്, എക്സ്ട്രാ ലോങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 ആണ് കേട്ടോ. അത് അനിയത്തിക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ നടരാജ ബ്രാൻഡിൻ്റെ സ്ലേറ്റ് പെൻസിലാണ് എൻ്റെ അനിയത്തി ഇനി UKG-ലോട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 3 സെറ്റ് ഓഫ് സ്ലേറ്റ് പെൻസിൽ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 20 ആണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയതാണ് ഡോംസിൻ്റെ ക്രയോണാണ്, പ്ലാസ്റ്റിക് ക്രയോൺ. 14 ഷെയ്ഡ് വരുന്നത്, കട്ടറും റബ്ബറും വരുന്നതാണ്. നല്ലൊരു അടിപൊളിയാണ്. ഇത് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള റബ്ബറാണ് കേട്ടോ. ഇത് എനിക്കും അനിയത്തിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് രണ്ടെണ്ണം എടുത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് തല്ലിവിടുത്താവും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അവർക്ക് ബനാന ഗ്രേപ്സിൻ്റെ ആ ഒരു ഇതും, എനിക്ക് മറ്റേ പൈനാപ്പിളിൻ്റെതാണ്. പിന്നെ ഗ്ലാസ് ജെല്ലാണ് 10 രൂപയുടെ നല്ലൊരു, ഞാനിപ്പോൾ വേറെ പെയിനൊന്നും വാങ്ങിയില്ല, ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ബാർബിയുടെ സ്റ്റിക്കറാണ്, അത് അനിയത്തിക്ക് വേണ്ടിയാണ് വാങ്ങിയത്. 40 എണ്ണം വരും ഒരു പാക്കറ്റിൽ നെയിം സ്ലിപ്പ്. പിന്നെ എടുത്തത് കുറോമിയുടെ നെയിം സ്ലിപ്പാണ്. ഇത് 40 എണ്ണം വരും. ഞാൻ ചുമ്മാ എക്സ്ട്രാ ആക്കിയിട്ട് എടുത്തതാണ്, എത്ര എണ്ണം വരുമെന്ന് അറിയാനായിട്ട്. പിന്നെ ഇത് നോർമലായിട്ടുള്ളതാണ്, ഇത് പൊളിച്ച് കാണിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ എടുത്തതാണ്, വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത്. പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അത് ഫുള്ളായിട്ടുള്ള വെച്ചപ്പോൾ മടങ്ങിപ്പോയതാണ്. പിന്നെ 2 ചോറ്റുപാത്രം വാങ്ങിയിട്ടുണ്ട് എനിക്കും അനിയത്തിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ കറിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും കറിയൊക്കെ. പിന്നെ നമ്മൾ കാപ്പിബാറയുടെ ഒരു സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്. ടോട്ടലി ഈ ഷീറ്റിലെല്ലാം കൂടെ 100 സ്റ്റിക്കേഴ്സാണ് വരുന്നത് കേട്ടോ. നല്ലതാണ്, എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിബാറ. അപ്പോൾ അതുകൊണ്ട് കാപ്പിബാറ. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് 2 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് ഡാമേജ് വയ്ക്കുന്ന വേറെ ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടി 2 എണ്ണം വാങ്ങിയിട്ടുള്ളതാണ്. എനിക്കും എൻ്റെ അനിയത്തിക്കും കൂടിയിട്ട് 2 വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് അവർക്ക് ഒന്ന് എടുക്കും കേട്ടോ. പിന്നെ ഫെവിക്കോൾ MRൻ്റെ പുൾ ആൻഡ് പുഷ്, ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്നെ കഴിഞ്ഞ വർഷം സ്കൂൾ ഓപ്പണിങ്ങിന് വേറെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. നല്ലതാണ്, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ 2 വർഷമായി പുതിയൊരു ഇൻസുലിൻ ബോക്സ് വാങ്ങിച്ചിട്ട്, ഞാൻ 5ാം ക്ലാസ്സിലാണ് ക്യാമലിൻ്റെ വാങ്ങിയത്. ക്യാമലും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് വെറൈറ്റി പിടിക്കാൻ ഡോംസ് വാങ്ങാൻ. ഡോംസിൽ സ്കെച്ച് പെന്ന് വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. ബാക്കി എല്ലാത്തിനും വരുന്ന പോലെ സ്കെച്ച് പെന്നും ഒരു പെൻസിലും കൂടെ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സംഭവം. പിന്നെ അനിയത്തിക്ക് വേണ്ടിയിട്ട് 2 സ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ലേറ്റ് പൊട്ടിച്ചാലോ എന്ന് ഓർത്തിട്ട് 2 എണ്ണം വാങ്ങിയതാണ്. രാജാ സ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സ്ലേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു ഇതും 2 ഫോർക്കും ഉണ്ട് കേട്ടോ. അനിയത്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ബോക്സ്. പിന്നെ ഞാൻ 24 സെറ്റ് ഉള്ള ഡോംസിൻ്റെ സ്കെച്ച് പെൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സ്കെച്ച് പെന്നാണ്, ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് വേറെ വാങ്ങിയതാണ്. ഇപ്പോൾ പ്രോജക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാനെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അനിയത്തിയുടെ സ്കൂളിൽ മിൽക്ക് കിട്ടും. അപ്പോൾ എക്സ്ട്രാ ബോട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അത് സ്റ്റീൽ തന്നെ വേണം. അപ്പോൾ നമ്മൾ സ്റ്റീൽ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റീൽ തന്നെ വാങ്ങുള്ളൂ ചൂടുള്ള പാലൊക്കെ ഒഴിക്കാനൊക്കെ ഇട്ട്. പിന്നെ ഞാൻ പൗച്ച് വാങ്ങിയിട്ടാണ്. ഇതെനിക്കാണ്, വേറെ കിട്ടിയില്ല, അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഇതെടുത്തു. ബോക്സൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, ഇങ്ങനെ പൗച്ചിനോട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൗച്ചാണ് കേട്ടോ. യൂണിക്കോൺ ടീമിനെയാണ് ഞാൻ എടുത്തത്. എനിക്കിതിൻ്റെ തന്നെ വേറൊരു പർപ്പിൾ കളറിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് പോയി 4ാം ക്ലാസ്സിൽ ചേർന്നു. ഇതാണ് എൻ്റെ അനിയത്തിയുടെ ബുക്സ് വരുന്നത്. അനിയത്തിക്ക് 4 സിംഗിൾ ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 2 ലൈനും 2 ചെക്ക് ബുക്കും ഒരു 4 ലൈനുമാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെയാണ്. ക്ലാസ്മേറ്റിൻ്റെ ബ്രാൻഡഡ് ബുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലാസ്മേറ്റ് വളരെ നല്ലൊരു ബ്രാൻഡാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്.
പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്മേറ്റിന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 12 സെറ്റ് വരുന്ന കുറച്ച് ബുക്ക്. പിന്നെ ഇതിൽ വരയില്ലാത്തതുകൊണ്ട് 2-3 വരയുള്ളതുണ്ട്. പിന്നെ മറ്റേ 12 സെറ്റിൽ 10 വരയുള്ളതും വരയില്ലാത്തതായിട്ട് അങ്ങനെ എന്തുണ്ട്. പിന്നെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഞ്ച് ബാഗ് കൊണ്ടുപോകണം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബാഗിനകത്തോട്ട് എക്സ്ട്രാ വെയിറ്റ് കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പാത്രമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേസുള്ള നോക്കി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പാത്രവും ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്ന പാത്രം, ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, വാട്ടർ ബോട്ടിൽ. ഇത് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് ഇതുവരെ യൂസ് പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ അവർക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് 3 മാസം കഴിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ സ്ട്രോയൊക്കെ ഉള്ള ടൈപ്പാണ്. നല്ലപോലെ കുടിക്കാനൊക്കെ പറ്റും. വെള്ളമൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു അടിപൊളി ബോട്ടിലാണ്. ഇതിൻ്റെ കൂടെ പൗച്ചും കൂടെ അവൈലബിൾ ആണ്. ഈ പൗച്ചിനുള്ളിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ തലയിലോട്ടൊക്കെ തൂക്കിയിട്ടുണ്ട് പോകാൻ പറ്റും. അങ്ങനെ തൂക്കിയിട്ടുണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോട്ടിലാണേ. പിന്നെ എൻ്റെ അനിയത്തിയുടെ ബാഗാണ് ഈ കാണുന്നത്. അവർക്ക് ഫ്രോസൺ ഫാനാണ് അവൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫ്രോസൺ തീമിലുള്ള ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉള്ളൊരു ബാഗാണ്. അപ്പോൾ അവർക്ക് ബുക്കൊക്കെ വെക്കാൻ പറ്റിയ അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റിലുള്ള ബാഗ് തന്നെയാണ് നോക്കിയെടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ബാഗ് വന്നത്. വൈൽഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബാഗാണ് എൻ്റേത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വർഷം പുതിയ ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ബാഗ് വാങ്ങിയായിരുന്നു. ഇതാണ് കേട്ടോ ആ ബാഗ്. അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുന്ന ഒരു ബാഗാണ്. നേരത്തെ ഞാൻ എൻ്റെ അനിയത്തിയുടെ ബോക്സ് കാണിച്ചപ്പോൾ തുറക്കാൻ പറ്റിയില്ലായിരുന്നു. തുറക്കാൻ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അനിയത്തി എന്നെ തുറന്ന് കാണിച്ച് തരണം. അപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കല്ലേ, ഇപ്പോൾ അത്രയും മതിയല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ചെറിയൊരു ബോക്സാക്കി വാങ്ങിയതാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഡ്രോയിങ് ബുക്ക് വേണം. കാരണം ഞങ്ങൾക്ക് ഡ്രോയിങ് സാർ വന്ന് ഇതിൻ്റെ ബുക്കിൽ വരയ്ക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരു A4 സൈസ് വരുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ഡ്രോയിങ് ബുക്ക് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഡ്രോയിങ് ബുക്കാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു ബ്രാൻഡിൽ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ലാസ്മേറ്റ്. സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് കമ്മൽ. എനിക്ക് എത്ര കമ്മൽ വാങ്ങിയാലും ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോലാണ് പതിവ്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ 3 കമ്മൽ വാങ്ങിയിട്ടുണ്ട്. എങ്ങാനും കാണാണ്ട് പോയാലോ എന്ന് ഓർത്തിട്ട് ഒരു റിംഗ് ടൈപ്പും ഒരു 3 പിന്നെ ഒരു ഫ്ലാഷോ ഇടിമിന്നലോ അങ്ങനെ എന്തൊരു ടൈപ്പ് കമ്മലുമാണ് വാങ്ങിയിട്ടുള്ളത്. വേറൊരു സാധനമാണ്, എത്ര നോക്കിയാലും കാണാത്തൊരു സാധനമാണ് ബുഷ്. അപ്പോൾ ബുഷ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ട്. പിന്നെ അതാ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ചെരുപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഷൂ ഉണ്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ട് ഷൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിക്കും ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.